ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതൊരു വ്ളോഗാണ്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ നല്ലൊരു ഫിഷ് കറിയുടെ റെസിപ്പിയും കൂടിയിട്ടാണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ മോർണിംഗ് ടൈമാണ് കേട്ടോ. നമ്മൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയുള്ള ചായയൊക്കെ കഴിക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് പാരൻസ് വരുന്നുണ്ട്, നമ്മുടെ എൻ്റെ ഇൻലോസ് വരുന്നുണ്ട്. അപ്പോൾ പാരൻസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒരു കല്യാണം ഉണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മോളതാണ്. അപ്പോൾ അത് കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും തേഴ്സ്ഡേ അങ്ങോട്ട് പോകലായി. അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഫ്രൂട്ട്സും പിന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു മെനുവിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ. അപ്പോൾ ഞാൻ ഇൻലോസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു 1 വീക്കിൻ്റെ മെനു ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി വരുമ്പോൾ ഇതൊന്നും വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം ആ ഒരു മെനു പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നെ അത്യാവശ്യമുള്ള സാധനം മാത്രമാണ് നോക്കി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഡേ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളൊരു മെനു ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും വേസ്റ്റ് ആവാണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് പെട്ടെന്ന് തന്നെ ഓരോ നേരത്തുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ദിവസമൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ സ്റ്റേഷനറിയൊക്കെ പർച്ചേസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു മന്തിൽ ഫുള്ള് വേണ്ട സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാണ്ട് നമ്മൾ പോകുന്ന ആ ഒരു ഡേറ്റ് വരെയുള്ള ഐറ്റംസ് മാത്രം ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മെനു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1 വീക്കാണ് ഇനി നമ്മൾ പോകാനുള്ളതെങ്കിൽ ആ ഒരു 1 വീക്കിനുള്ള മെനു പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2 ബെനിഫിറ്റാണുള്ളത്. ഒന്ന്, നമുക്ക് മണി സേവ് ചെയ്യാം, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസൊക്കെ വേസ്റ്റ് ആവാണ്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് ഓരോ നേരവും എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സ്ട്രെസ്സൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ നേരവും ഫുഡൊക്കെ വേഗം തന്നെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ഒരു മെനു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഇത്രയും ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ഐറ്റംസൊക്കെ ഫ്രിഡ്ജിലേക്കും അല്ലാത്തതൊക്കെ നമ്മളിതുപോലെ ബാസ്ക്കറ്റിലിട്ട് കിച്ചണിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രാത്രിക്ക് ചപ്പാത്തിൻ്റെ ഒപ്പമുള്ള ആ ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, തേങ്ങ അരച്ചതും മുളകിട്ടതും അല്ലാത്ത നല്ലൊരു വെറൈറ്റി ടേസ്റ്റിൽ വരുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 400 ഗ്രാം വരുന്ന ഫിഷാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വലിയ സവാളയ്ക്ക് ആണെങ്കിൽ 2 മതിയാകും. ഞാനിവിടെ കുഞ്ഞ് സവാള ആയതുകൊണ്ട് 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 5 വെളുത്തുള്ളി എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1-1.5 ഇഞ്ച് വലിപ്പത്തിൽ വരുന്ന ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ഒരു 1/2 കപ്പ് തൈരും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തിട്ടും അല്ലാതെയും ഡയറക്റ്റ് ഫിഷ് കറിയിലിട്ടിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മുളക്, അതുപോലെ തന്നെ മഞ്ഞൾ, ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രൈ ആക്കി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാണ്ടാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സവാള കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തും കൂടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പേസ്റ്റ് ഫോമിലാണ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലാണ് ഈ ഒരു ഫിഷ് കറി ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സവാളയുടെ പേസ്റ്റ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് 4 എണ്ണം, അത് നടുവേ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നല്ല ഗോൾഡൻ കളറാവുന്ന വരെ തന്നെ വഴറ്റിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കരിഞ്ഞു പോകാണ്ടും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സിം ടു മീഡിയം അതിൽ സ്റ്റൗ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും സവാള ഇതുപോലെ വഴറ്റിയെടുക്കരുത്. അപ്പോൾ അതൊന്ന് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ജീരകം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. അത് നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊരു 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/4 കപ്പോളം വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഫസ്റ്റിൽ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കറിയൊക്കെ ഉണ്ടാക്കാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പൊടികളൊക്കെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/4 കപ്പോളം ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ നേരം വരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 3 മിനിറ്റും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്കുള്ള കേട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂം കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഇത്രയും കാഷ്യൂസ് ഒരു പിടി കാഷ്യൂസ് പേസ്റ്റ് ഫോമിലൊന്ന് അരച്ചെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തൈര് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിൽ കുറച്ചായിട്ടാണ് വെള്ളമെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൈരിനൊപ്പം നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പേസ്റ്റ് ഫോമിൽ അരച്ചെടുക്കുന്ന ആ ഒരു കാഷ്യൂവിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അതും കൂടെ പേസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേട് ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം 4-5 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും അതിൻ്റെ കറക്റ്റ് ടൈം ഗ്യാപ്പിലും അതുപോലെ തന്നെ വെള്ളമൊക്കെ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിലൊക്കെ ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറിയുടെ റെസിപ്പിയാണത്. നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏത് കറിയായാലും അതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇതാ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ 4 to 5 മിനിറ്റ്സോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസൂരി മെത്തിയാണ്. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ഫ്ലേവർ നമ്മുടെ കറിക്ക് ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫിഷും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഫിഷ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ പച്ച മീനായിട്ട് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു 7-8 മിനിറ്റ് എന്തായാലും ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റൗ കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ മല്ലിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലാസ്റ്റ് ആ ഒരു ടൈമിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിതാ ഫിഷ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അനക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചും കൂടെ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പൊടിഞ്ഞു പോകുന്ന മീനൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തവിയൊന്നും വെച്ച് അനക്കി കൊടുക്കാണ്ടിരിക്കുക. നമ്മുടെ ചട്ടി ഒന്ന് എടുത്ത് ചുറ്റിച്ചു കൊടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനും നമ്മളെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമുള്ള ആ ഒരു ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ ഒരു കറിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 2 കപ്പോളം വെള്ളമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു 8-9 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു പേസ്റ്റി കൺസിസ്റ്റൻസിയുള്ള ഒരു കറിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എപ്പോഴും പറയണ പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ലൈക്കും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.